ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോരുത്തരെയും പിടിച്ച് സംഖ്യയാക്കാൻ, കമ്മിയാക്കാൻ, കൊങ്ങിയാക്കാൻ, സുഡാപ്പിയാക്കാൻ ചില സോഷ്യൽ മീഡിയ താരങ്ങളുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലെ ജഡ്ജിങ് പാനൽ, അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ജഡ്ജായിരിക്കും, ചിലപ്പോൾ ഒരു ബെഞ്ച് തന്നെ ഉണ്ടാകും. പിന്നീട് അവരുടെ ഫാൻസ് ഉണ്ടല്ലോ, അതങ്ങ് കത്തിച്ച് വിട്ടോളും, കുഴപ്പമില്ല. ചില മലരുകൾ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വിളിച്ചു പറയും. വിഡ്ഢികളായ ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും. ഒരു പണിയുമില്ലാത്തവർ ആരാന്റെ സ്വകാര്യതയിലേക്ക് ഊളിയിട്ട് ഓരോന്ന് പറയും. ഇന്നലെ AR റഹ്മാന്റെ മകള് പറഞ്ഞത് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിലും പറയാനുള്ളത്. ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത, ഒരു ചെരപ്പും ഇല്ലാത്ത ആളുകള് എന്തെങ്കിലുമൊക്കെ കെട്ടുകഥകൾ പറഞ്ഞു പിടിപ്പിക്കും. അത് ചില വിഡ്ഢിക്കോമരങ്ങൾ അത് ഷെയർ ചെയ്തു വിടും. അതിൻ്റെയും വളരെ തരം താണ ലെവലിലുള്ള ആളുകൾ പറയുന്നത് ആരാണ് എന്ന് പോലും നോക്കത്തില്ല, അതങ്ങ് വിശ്വസിച്ച് പ്രചരിപ്പിക്കാനും തുടങ്ങും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇനിയും കുറച്ച് കാക്കാമാര് നമ്മളെ കുറിച്ചിട്ട് മോശമായി ചിന്തിച്ചു, അവര് മോശമായി പ്രചരിപ്പിച്ചു, നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. AR റഹ്മാൻ എന്ന് പറയുന്ന താരം എത്രയോ മുകളിൽ നിൽക്കുന്ന ആളാണ്. സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറേ എണ്ണം ചെലച്ചെന്ന് കരുതി അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാനില്ല. എല്ലാവരുടെ കാര്യവും അതുപോലെയാണ്. സബ്സ്ക്രിപ്ഷൻ കിട്ടണം, വ്യൂവർഷിപ്പ് കൂട്ടണം, കുറേ ആളുകളിലേക്ക് വൈറലായിട്ട് എത്തണം. അതിനുവേണ്ടി കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആളുകളെ കയറി ചൊറിയുക എന്നത് ചില ആളുകളുടെ ഒരു രീതിയാണ്. ശരി, നിങ്ങൾ അങ്ങനെ ചൊറിഞ്ഞ് നിങ്ങൾക്ക് വലുതാകണമെങ്കിൽ ആയിക്കോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ അങ്ങനെ ചൊറിയുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം നിങ്ങളുടെ വളർച്ചയ്ക്ക് പോലും ഞാനും ഒരു ഭാഗവാക്കായി മാറുവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വഭാവം ഞാൻ പറയാം, അതുപോലെ എല്ലാവരും ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തി പറയുന്നത് ജീവിതത്തിൽ ഞാൻ കേൾക്കാൻ നിൽക്കില്ല. ഒരു വാക്കുപോലും, ഒരക്ഷരം പോലും അവരുടെ ഏതെങ്കിലും ഒരു രീതി എൻ്റെ ചാനലിലേക്ക് കൊണ്ടുവരാൻ പേരായിട്ട് പോലും ഞാൻ ശ്രമിക്കില്ല. അവരെക്കുറിച്ച് കമൻറ്റ് പോലും വരുന്നത് എനിക്കിഷ്ടമല്ല. ആ കമൻ്റ് എഴുതുന്ന ആളെ തന്നെ ഞാൻ എടുത്തു കളയും. കാരണം എനിക്ക് അവരെ സംബന്ധിച്ച് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ആ വാതിൽ തന്നെ കൊട്ടിയടയ്ക്കാറാണ് പതിവ്. പക്ഷെ ഇവിടെ ചില ആളുകളുണ്ട്, ആര് ഛർദ്ദിച്ചതാണെങ്കിലും സാരമില്ല, അത് വാരി തിന്നണം. കാരണം അവരുടെ വളർച്ച മാത്രമാണ് അവരുടെ ലക്ഷ്യം. മറുനാടൻ ഷാജനെ സംഖ്യയാക്കി ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. മറുനാടൻ ഷാജൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഷാജൻ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം, ഏതു മതം സ്വീകരിക്കണം, ഓരോ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വലായിട്ട് വരുന്നതാണ്. മറുനാടൻ ഷാജൻ വളർന്നുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടും ചാനൽ ഏതാണ്ട് യൂട്യൂബർമാരിൽ നല്ലൊരു ശതമാനം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ് മറുനാടൻ ഷാജൻ. അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് മറുനാടൻ ഷാജനുണ്ട്. മറുനാടൻ ഷാജൻ RSS വേദിയിൽ വന്ന് ചില വസ്തുതകൾ ഉറക്ക വിളിച്ചു പറഞ്ഞു. നമുക്ക് കേൾക്കാം. നിനക്കെതിരെ ഞാൻ വാർത്ത കൊടുക്കും, നീ എനിക്ക് പൈസ തരണമെന്ന് ഞാൻ പറയുന്നതിന്റെ ഒന്ന് വന്നാൽ തീർന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് തീർന്നു. ആ ഒരു വരി ഇത് മനസ്സിലാക്കാതാണ് പലരും പറയുന്നത്. ഇതാ ഇവൻ അങ്ങനെ, എനിക്ക് അങ്ങനെ ആകാൻ പറ്റത്തില്ല. എന്റെ ഒരു തെറ്റായ നിലപാട്, എന്റെ നിലപാട് തെറ്റിയ കുഴപ്പമില്ല, ആളുകൾ ക്ഷമിക്കും, നിലപാടാണ്. പക്ഷെ ഞാൻ കറപ്റ്റഡ് ആണ് എന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ബോധ്യമായാൽ തീരുന്നതേ ഉള്ളൂ വിശ്വാസത. അതുകൊണ്ട് തന്നെ സത്യത്തിൽ പിടിച്ചു നിൽക്കുക. വിഷയം വരുമ്പോ ഇപ്പൊ BJP വിമർശിച്ചാൽ BJP-ക്കാർ പിണങ്ങും, ഗവനിക്കത്തില്ല. CPM-കാർ നിരന്തരമായി പിണങ്ങിയിരിക്കുക, ഗവനിക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, ഗവനിക്കത്തില്ല. കാരണം ഈ പിണങ്ങിയാലും ഇവരിത് കാണും. ഇവർക്ക് ഒന്നാമത് കാശ് മുടക്കണ്ട, പിന്നെ ഇവരെന്തായി പറയുന്നത് അറിയണം. ഇവർക്കൊക്കെ അറിയാം പറയുന്നത് സത്യമാണെന്ന്. നിങ്ങൾ വിശ്വസിക്കത്തില്ല. CPM-ന്റെ വലിയ നേതാക്കന്മാർ എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരാണെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാരെ വലിയ നേതാക്കന്മാരെ പേഴ്സണലി കാണുമ്പോൾ പറയടാവേ, എന്റെ ഭാര്യ ഇതാ നിരന്തരം കാണുന്ന ഇതാ എന്റെ വീട്ടിൽ ഈ എന്റെ പാർട്ടിയെ തെറി പറയുന്നത് മാത്രം കേൾക്കുന്നുള്ളൂ പറയും. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലുള്ള നേതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണെന്നറിയാമോ? സത്യം പറയുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, മുമ്പ് സബ്സ്ക്രിപ്ഷൻ. രണ്ടാമത്തെ കാര്യം, ഈ വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾക്ക് പരസ്യമില്ലാതെ മുമ്പോട്ട് കഴിയില്ല. കോടികൾ മുടക്കാകട്ടോ. നമുക്ക് അത്യാവശ്യം, എനിക്ക് മറുനാടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 100 സ്റ്റാഫുണ്ട്, അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, 2 ഓഫീസുണ്ട്, ഞങ്ങൾക്ക് ചെലവുണ്ട്. പക്ഷേ ഒരു ചാനൽ നടത്തണമെങ്കിൽ എത്ര ജീവനക്കാർ വേണം, എത്ര സാങ്കേതിക സൗകര്യം വേണം, എത്ര സഹായികൾ വേണം. മറുനാടിൽ ഡ്രൈവർ എന്നൊരു തസ്തികയില്ല. നമ്മള് ക്യാമറാമാൻമാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് അറിയാൻ ചോദിക്കും, ഇല്ലെങ്കിൽ എടുക്കത്തില്ല.
കാരണം ഈ ക്യാമറാമാന്റെ പണിയാണ് വണ്ടി ഓടിച്ച് പോകേണ്ട റിപ്പോർട്ടർ, നല്ല റിപ്പോർട്ടർ. ഈ രണ്ടുപേരിൽ ആരെങ്കിലും അത്തരത്തിൽ മുമ്പ് സഞ്ജയ് സാർ പറഞ്ഞിരുന്നു, അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ഈ ഉത്തരവാദിത്വം നിറവേറ്റി വരുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ഈ വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾക്ക് പരസ്യം വാങ്ങണം. ജോയി ലൂക്കാസിന്റെയോ അല്ലെങ്കിൽ കല്യാൺ സിൽക്സിന്റെയോ അല്ലെങ്കിൽ ഭീമയുടെ ആരുടെയെങ്കിലും ഒക്കെ പരസ്യമില്ലാതെ മുമ്പോട്ട് പോകത്തില്ല. അവർക്കെതിരെ വാർത്ത കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. പരസ്യ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ പവർഫുൾ ആണ്. അവർ വിളിക്കും, എന്നെ ഇടപാടാൻ ചോദിക്കും. ഇത് മുക്കണമെന്ന് മാത്രമല്ല, അവർക്ക് അനുകൂലമായി അവർ നടത്തുന്ന തട്ടിപ്പിനെ നമ്മൾ കൂടെ പിടിക്കേണ്ടി വരും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, കാരണം ഞങ്ങൾക്ക് ആരുടെയും പരസ്യം വേണ്ട. അപ്പൊ ചോദിക്കുക എങ്ങനെയാണെന്നുള്ള കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, മാറുന്ന മാധ്യമ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ട്വിറ്റർ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനൊക്കെ നമ്മളതിൽ പൈസ കൊടുക്കുന്നുണ്ടോ? ഈ ഫേസ്ബുക്കിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരുപാട് ജീവനക്കാരുടെ സ്ഥാപനം. ആരെങ്കിലും പൈസ കൊടുക്കുന്നില്ല. ഈ മോഡലുണ്ട്. സോഷ്യൽ മീഡിയയിൽ പരസ്യം എന്ന് പറയുന്നത് ഗൂഗിളിന്റെയും യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ പരസ്യമുണ്ട്. ഈ പരസ്യങ്ങൾ വാർത്തയ്ക്കകത്ത് കാണിക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല. ഈ പരസ്യം ഏത് പരസ്യം വരുന്നത്? അതേസമയം തട്ടിപ്പുകാരുടെ പരസ്യം തുടർച്ചയായി വന്ന ചില അതിബുദ്ധിമാന്മാരെ തട്ടിപ്പുകാരെ മറുനാടിന് വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന പൈസ കൊടുത്ത് ഫേസ്ബുക്കിനെ യൂട്യൂബിനെ ഇടിപ്പിക്കാറുണ്ട്. ശ്രദ്ധയപ്പെട്ടാൽ മാറ്റും. ഈ റമ്മി വലിയ തട്ടിപ്പാണ്, റമ്മിക്കാർ. അവരുടെ പരസ്യം വരും, ശ്രദ്ധയപ്പെട്ടാൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ പരസ്യക്കാരെ ഭയപ്പെടേണ്ട. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സ്വാഭാവിക വരുമാനമാണ്. എങ്ങനെയാണ് ഇങ്ങനെ സത്യസന്ധമായ രൂപത്തിൽ വാർത്തകൾ കൊടുത്താൽ, വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ, ആരാന്റെ ഛർദിലു വാരി തിന്നാതെ, മറ്റുള്ളവരുടെ കഫം വാരി തിന്നാതെ അവനവൻ തന്നെ കണ്ടന്റുകൾ ഉണ്ടാക്കി വീഡിയോകൾ ചെയ്യാന്ന് പറഞ്ഞാലേ കളിച്ച കളിയല്ല. മറ്റേത് ലൈവില് വന്നിരുന്നിട്ട് കുറെ തെറി പറഞ്ഞാ മതി, മറ്റുള്ളവരെ ജാമിതാടെ മണ്ടയിരക്കുക, എത്രയെന്നും പറയും. ഈ പറഞ്ഞതിനപ്പുറം ഒന്നും ഇനിയും പറയാനില്ലല്ലോ. ഇവരാരെങ്കിലും കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സ്വന്തം എഫേർട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവർ പറയുന്നുണ്ടോ? എന്റെ ഒരു ലൈവില് നിങ്ങൾ വന്നിരുന്ന് നോക്ക്. 100 കണക്കിന് കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്ത് അതിന്റെ ഡേറ്റാസ് ഇരുന്ന് പഠിച്ച് 2-3 മണിക്കൂറെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിച്ചു മനസ്സിലാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് എക്സ്പോസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ചുമ്മാ ലൈവിൽ വന്നാൽ മതി, എന്തെങ്കിലും ചായ കുടിച്ചോ, ചോറ് തിന്നോ, സുഖാണോ, സുന്ദരിയാണല്ലോ, തീർന്നു കാര്യം. എന്നിട്ട് നിങ്ങൾ പറയുന്ന ചാറ്റിന് മാത്രം മറുപടി പറയാനിരുന്നാൽ മതി. നിങ്ങളുടെ ചാറ്റിന് പോലും മറുപടി പറഞ്ഞ് നിങ്ങളുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം വെറുതെ സ്പോയിൽ ചെയ്യരുത് എന്ന് കരുതിയാണ് അഡ്മിന്മാരെ വരെ വച്ചിരിക്കുന്നത്. അല്ലാതെ തെറി പറയുന്നവരെ ബ്ലോക്ക് ചെയ്യുക, എടുത്തു മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിന് മാത്രമല്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യണം. ശരി, എന്റെ നമ്പർ എടുത്തിടും. എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന് അവർ ചോദിക്കും. അതിന് വേണ്ടിയിട്ടാ. അതല്ലാതെ നമ്മൾക്ക് ഇന്നത്തെ ദിവസം അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അറിയേണ്ടതായിട്ട്. അത്തരം കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാകും. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. തന്നെയുമല്ല, നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ പറയാനുമില്ല. അതിനി മതമാണെങ്കിലോ അതിന്റെ സൂപ്പർലേറ്റീവ് വേർഷനിലാണ് തിരിച്ചടി വരിക. ഇനി അതല്ല പൊളിറ്റിക്സ് ആണെങ്കിൽ അത്രയും വലിയ പ്രയാസമുണ്ടാകില്ല. മതത്തെ തൊടണമെങ്കിൽ, പ്രത്യേകിച്ച് ഞമ്മന്റെ സമാധാന മതത്തെ തൊടണമെങ്കിൽ അതൊരു വേറെ വൈബാണ്. ഷാജന് കിട്ടിയ RSS വേദിയിൽ ഷാജൻ മനസ്സ് തുറക്കുകയാണ്. ആർക്കെതിരെ പറയാം? നമ്മൾ ഗൂഗിളിനെതിരെയായിരിക്കും ചിലപ്പോൾ പറയുന്നത്, പക്ഷേ ഗൂഗിളിന്റെ പരസ്യമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ധൈര്യമാണ്. ഒരു പ്രശ്നവുമില്ല. കണ്ടോ, ഓൺലൈൻ മീഡിയയാകുമ്പോൾ അതിനെയും നമുക്ക് വിമർശിക്കാൻ കഴിയുന്നു. എന്തെങ്കിലും പ്രതികാര ചിന്തയുണ്ടോ? ഇല്ല. ഗൂഗിളിന്റെ ആഡ്സിന്റെ പണം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിൽ പോലും നമുക്ക് ജനാധിപത്യമുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് വിയോജിപ്പുള്ള, തട്ടിപ്പാണ് എന്ന് തോന്നുന്ന പരസ്യങ്ങളെ പോലും ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് ജൂതനുണ്ടാക്കിയ ജനാധിപത്യ മീഡിയയിൽ. ഇവരൊക്കെ നമ്മളെ ഭയപ്പെടുന്നത് കാരണം സർക്കാർ പരസ്യം നൽകിയിട്ട് ആ പരസ്യം കിട്ടുമ്പോൾ വെളുപ്പിക്കേണ്ട പണി നമ്മൾ ഏറ്റെടുക്കുന്നില്ല. പക്ഷെ സർക്കാരിന്റെ പരസ്യം 1-ാം പേജ് മേടിക്കുന്ന മറ്റു മാധ്യമങ്ങൾക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയും. ഇതുകൊണ്ട് ഇവർ ഭയപ്പെടുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ സത്യസന്ധമായി വാർത്തകൾ കൊടുക്കാൻ ഭയപ്പെടുന്നതിന് പിന്നിൽ ഇതേ ഉള്ളൂ കാര്യം. കാരണം സർക്കാരിന്റെ പരസ്യമാണ്, അവരുടെ പണമാണ്. അത് വാങ്ങിയിട്ട് അവരുടെ ചോറ് തിന്നാൽ അവരോട് കൂറ് കാണിച്ചല്ലേ മതിയാകൂ. ഇപ്പോൾ ഓൺലൈൻ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം, യൂട്യൂബ് മീഡിയകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇലനക്കി നായുടെ ചിറി നക്കേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നില്ല. ഇതുകൊണ്ട് ഇവർ മുഖ്യധാരാ മാധ്യമമല്ല, ഓൺലൈൻ അല്ലേ തോന്നുന്നു. കുറെ ഓൺലൈൻ ചവറുകളുണ്ട് കേട്ടോ. ഞാൻ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ വായി തോന്നുന്നൊക്കെ കോതയ്ക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നിയന്ത്രിക്കണമെന്നാണ് അഭിപ്രായം എനിക്കുള്ളത്.
അപ്പൊ ഇവരതുകൊണ്ട് നുണക്കഥകൾ പറയും, കള്ളക്കേസുകൾ എടുക്കും. ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ, ഈ 1.5 മാസത്തോട് വലിയ ശല്യമില്ല, ഈ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയിൽ 26 നോൺ ബെയിലബിൾ കേസ് നടന്നിട്ടുണ്ട്. 26. പിന്നെ മുതലാളിമാരെല്ലാം കൂടെ കേസ് കൊടുക്കും. ബുദ്ധിമുട്ടിക്കുക, കാശ് നമ്മുടെ കയ്യിലെ പോക്കറ്റുകൾ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കൊണ്ടുപോയി കേസ് കൊടുത്ത് രസിക്കുന്ന മുതലാളിമാരുണ്ട്. അവർക്കറിയാം അവർ ജയിക്കത്തില്ലെന്ന്. ജയിക്കാനല്ല, നേരെ മറിച്ച് അവർ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കുറച്ചങ്ങ് പൊക്കോട്ടെ, ഞാൻ ശ്വാസം മുട്ടട്ടെ എന്ന് കേട്ടു. പക്ഷേ ശ്വാസം മുട്ടത്തില്ല. സത്യം മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഇവരെ ഒന്നും ഭയപ്പെട്ടല്ല ഈ പണി ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ അവസാനം വരെ ഇങ്ങനെ തന്നെ പോകും. ഒരു സംശയവും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കാം. എനിക്ക് വിഷയത്തിലേക്ക് കിടക്കേണ്ടത് വിഷയം തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാറുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാധ്യമം എന്തിനു വേണ്ടിയാണ്? സ്വാധീനിക്കാൻ, ജനതയെ സ്വാധീനിക്കാൻ, ജനതയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ജനതയെ ഉയർത്താൻ. ഇതിനാണ് മാധ്യമം. അതിനുവേണ്ടിയാണ് 75 കൊല്ലം മുമ്പ് കേസരി തുടങ്ങിയത്. അതിനുവേണ്ടിയാണ് 100 വർഷം മുമ്പ് മാതൃഭൂമി ആരംഭിച്ചത്. അതിനുവേണ്ടിയാണ് മാധ്യമ സ്ഥാപനങ്ങളുള്ളത്. പിന്നീട് അത് കച്ചവടമാവാം, കച്ചവടം നടക്കട്ടെ. പക്ഷേ വാർത്ത ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നു. പക്ഷേ കാലം മാറുമ്പോൾ നമ്മൾ മാറണ്ടേ? പഴയ കൊടാക്കിന്റെ ഫിലിം ഇപ്പോഴും കിട്ടുമോ? കൊടാക്കിന്റെ ഫിലിം ഇട്ട് ഫോട്ടോ എടുത്തുന്ന കാലം മാറിയില്ലേ? കാലം മാറി. വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രിന്റർ പത്രങ്ങളെക്കാളും ചാനലുകളെക്കാട്ടിലും അവർ അംഗീകാരം കൊടുക്കുന്നതും ആദരവ് കൊടുക്കുന്നതും ഡിജിറ്റൽ മാധ്യമങ്ങൾക്കാണ്. നമ്മുടെ ഇവിടെ പ്രസ് ക്ലബിൽ പോലും അംഗത്വം തരത്തില്ല. പ്രസ് ക്ലബിൽ അംഗത്വം തരാത്തതുകൊണ്ട് മാത്രം മറുനാടിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത മടിച്ചു നിൽക്കുന്ന ധീരന്മാരും സത്യസന്ധരുമുണ്ട്. അവർ പറയും വേണ്ട, അകറ്റി നിർത്തുകയാണ്. ഏഷ്യാനെറ്റ് ചാനൽ തുടങ്ങിയപ്പോൾ, ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങിയപ്പോൾ പ്രിന്റർ പത്രങ്ങളുടെ കാലത്തുണ്ടായിരുന്ന പ്രസ് ക്ലബിൽ അംഗത്ത് അവർ കൊടുക്കില്ല, ചാനലുകൾക്ക് കൊടുക്കുന്നില്ല. മാറിയില്ലേ? ചാനലുകളിലെ ഇപ്പൊ പ്രസ് ക്ലബുകൾ തിരിക്കുന്നത്. നാളെ ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു, നാളെ ഇവിടുത്തെ പ്രസ് ക്ലബുകളെ നിയന്ത്രിക്കുന്നവരായി ഓൺലൈൻ പോർട്ടൽ മാധ്യമ പ്രവർത്തകർ വരും. ആ ദൗത്യമാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വരാൻ പോകുന്ന മാധ്യമകാലം എന്ന് പറയുന്നത് നമുക്ക് ഈ സ്ക്രീനുകളില്ലാതെ വരുന്ന കാലം വരാം. സൂര്യനെ മാത്രം ആശ്രയിച്ച് എനർജി സ്വീകരിക്കുന്നവർ നക്ഷത്രങ്ങളിൽ നിന്നായിരിക്കും ഒരു പക്ഷേ നമ്മൾ എനർജി കൊണ്ടുവരുന്നത്. നമ്മുടെ കൈവെള്ളയായിരിക്കാം നമ്മുടെ മുമ്പിലെ സ്ക്രീൻ, നമ്മൾ ഇരിക്കുന്ന മുൻവശമായിരിക്കാം നമ്മുടെ സ്ക്രീൻ. ടെലിവിഷനുകൾ അപ്രത്യക്ഷപ്പെടാം, കേബിൾ ചാനലുകൾ വീട്ടിൽ ഇല്ലാതെ വരുന്ന കാലം ഉണ്ടാവാം. എന്റെയും നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട്. നിൽക്കുന്നത് പോയില്ലേ? എവിടെയാണ്? നാളെയോ മറ്റന്നാളോ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമുള്ള കാലമുണ്ടാവും. മുമ്പേ നടക്കുകയാണ്, സ്ട്രഗിൾ ചെയ്യുകയാണ്, അനുഭവിക്കുകയാണ്, പടവെട്ടുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഈ മാറ്റത്തിന് വേണ്ടി. എനിക്ക് ഉറപ്പാണ് 10-50 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിലെ പുഴുക്കുത്തുകളെ മുഴുവൻ ഇല്ലാതാക്കി സത്യസന്ധമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം മറുനാടനായിരുന്നു എന്ന് വരും തലമുറ പറയും. അതിനുവേണ്ടി ഇപ്പൊ കുറെ ചിന്തകൾ കിട്ടും. ഇതൊരു മാറ്റമാണ്. ഇതൊരു മാറ്റത്തിന്റെ വിപ്ലവമാണ് ഞങ്ങളൊക്കെ പിടിക്കുന്നത്. അതുകൊണ്ട് മറുനാടനെ പോലെ മറുനാടൻ മാത്രമായില്ല, എല്ലാവരും കേസരിക്കാവാം. പക്ഷെ അതിന് ഭാഷയ്ക്ക് മാറ്റം വരണം. കേസരി വാരികയിൽ കൃത്യമായ മലയാള പദമാവണം. പക്ഷെ വേണ്ട, ഓൺലൈൻ മാനക്കാർക്ക് വേണ്ട, കേൾക്കുന്നവർ വേണ്ട. ഞാൻ സ്ക്രിപ്റ്റ് എഴുതാറില്ല, ഒരു സ്ക്രിപ്റ്റ് ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? അതെന്റെ മിടുക്കൊന്നുമല്ല. കാലം മാറി. അച്ചടി ഭാഷയിൽ, കൃത്യമായ മലയാളത്തിൽ, കൃത്യമായ ഭാഷാശുദ്ധിയിൽ. ഇതൊന്നുമല്ല, ജനത്തിന് സത്യമാണ്. മനുഷ്യർ പറയുന്ന ഭാഷയിൽ. അമേരിക്കയിൽ ട്രംപ് എങ്ങനെയാണ് പ്രസിഡന്റ് ആയത്? അതല്ലേ നമ്മള് ഈ എഴുത്തുഭാഷ സംസാരിച്ച് അച്ചടി നോക്കി. ജനങ്ങൾക്ക് വേണ്ടത് ഇൻഫർമേഷൻസ് മാത്രമാണ്. നമ്മൾ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ തനതായ ശൈലിയിൽ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരരുത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് എനിക്ക് തിരിയണം. അത്രയേ വേണ്ടൂ. പച്ച ഇംഗ്ലീഷിൽ അമേരിക്കക്കാരന്റെ എല്ലാ കോപ്രായങ്ങളും കുഴപ്പങ്ങളുമുള്ള നാടൻ ഭാഷയിൽ നാട്ടുകാരോട് സംസാരിച്ച അയാൾ പ്രസിഡന്റ് ആയത്. അതാണ് കാലം. ആ മാറ്റമാണ് ഈ വരാൻ പോകുന്ന മാധ്യമയുഗത്തിന്റെ മാറ്റം. അതാണ് നമ്മൾ എല്ലാ മനുഷ്യരെ പോലെയാവുക. സാധാരണ നരേന്ദ്രമോദി എഴുതി പ്രസംഗിക്കുന്ന ആളല്ല, ജയലളിത എഴുതി പ്രസംഗിക്കുന്ന ആളല്ല, നടൻ വിജയ് എഴുതി പ്രസംഗിക്കുന്ന ആളല്ല. ചില ആളുകൾക്ക് ആൾക്കാരെയും കൂട്ടത്തെയും ഒക്കെ കാണുമ്പോൾ മുട്ടിടിക്കും. എന്തെങ്കിലും വായിൽ നിന്ന് വീണു പോകുമോ എന്നവർ ഭയക്കും. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം? ഒരു പേപ്പർ വേണം. ഞാൻ ഒരുപാട് പ്രഭാഷണ വേദികളിൽ പോകാറുണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ സുദീർഘമായി നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതിയിട്ടല്ല പോകുന്നത്. ഒരു വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പഠിക്കും. അതിനു വേണ്ടുന്ന ഹോംവർക്കുകൾ സ്വീകരിക്കും. പക്ഷേ നമ്മൾ റെഫറൻസിന് വേണ്ടി എടുത്തിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളതും ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ മൈക്കിന്റെ മുമ്പിൽ എത്തുമ്പോൾ വരുന്നത്. ആ വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് എത്ര ഡേറ്റാസ്, എത്ര ഇൻഫർമേഷൻസ് ആണോ ഓഡിയൻസിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്, അത്രയും വിഷയങ്ങളും കാഴ്ചവെക്കും. അവർക്ക് എന്തെങ്കിലും എവിഡൻസുകൾ കൊടുക്കണമെങ്കിൽ അതും സംഘാടകരോട് കൊടുത്തിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ കുറച്ച് എഫേർട്ട് ഉണ്ട്, കുറച്ച് പെയിൻ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ പെയിന് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നറിയുമ്പോൾ അത് നമുക്കൊരു ഗെയിൻ ആക്കി മാറ്റാൻ സാധിക്കും. പണ്ടൊക്കെ സാധാരണ മനുഷ്യർ വാർത്തയല്ല. ഇന്ന് ഏതൊരു സാധാരണക്കാരനും ഒരു ദിവസം വാർത്തയിൽ നിറയും. കാരണം വാർത്ത എന്ന് പറയുന്നത് വരേണ്യവർഗത്തിന്റെ മാത്രമല്ല, രാഷ്ട്രീയ അധികാരത്തിന്റെ മാത്രമല്ല, മത നേതാക്കളുടെ മാത്രമല്ല, പാവപ്പെട്ടവന്റേതാണ്. ഇതുവരെ പാവപ്പെട്ടവന്റെ വാർത്ത എന്താ? അവൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട്, കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് 1 ലിറ്റർ ചാരായം മാറ്റി കുടിച്ചാൽ 1-ാം പേര് വാർത്ത. അവന്റെ ഫോട്ടോ എടുത്തിട്ട് ഒപ്പം നെളിഞ്ഞു നിൽക്കാൻ നാണമില്ലാത്ത പോലീസുകാരും എക്സൈസുകാരും. പക്ഷെ അവനാണ്
ആ പാവപ്പെട്ട 1 കിലോ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്ന മധുവിനെ കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ഒന്ന് ഓർമ്മിക്കണം. ഇതൊക്കെയാണ് വാർത്ത. ഈ രാജ്യത്തെ തന്നെ കൊള്ളയടിക്കുന്നവർക്കെതിരെ, ഈ രാജ്യത്തെ മുഴുവനും പിടിച്ചെടുത്ത് ഇസ്ലാമികവൽക്കരിക്കാൻ നടക്കുന്നവർക്കെതിരെ ഒരു വാക്കും മിണ്ടാൻ നമ്മുടെ നാട്ടിലെ മാധ്യമ മേലധ്യക്ഷന്മാർ തയ്യാറാകുന്നില്ല. കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്തിട്ട് അവനാണ് ഈ സമൂഹത്തെ പിടിച്ചു നിൽക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവന്റെ വേദന വാർത്തയല്ല. കാലം മാറി. സമ്പന്നരും സ്വാധീനമുള്ളവരും വിചാരിച്ചാൽ ഒരു വാർത്തയും മുക്കാൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപ എറിഞ്ഞുകൊണ്ട് വലിയ സമ്പന്നന്മാർ, മുതലാളിമാർ മറുനാടിനെ കൂട്ടിക്കൊന്ന് നടക്കാൻ തുടങ്ങി കുറെ കാലമായി. വല്ലതും സംഭവിച്ചോ? ആ മുതലാളിമാരുടെ തോന്നിയാസങ്ങൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഒരു മുഖ്യധാര പത്രവും കൊടുക്കാത്ത വാർത്തകൾ ഇന്ന് സമൂഹം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാ? എല്ലാ മനുഷ്യരും മാധ്യമങ്ങളാണ്, എല്ലാ വ്യക്തികളും മാധ്യമ പ്രവർത്തകരാണ്. അതാണ് ഇന്നത്തെ കാലം. ആ മാറ്റം, ആ കൊടുങ്കാറ്റ് നമ്മുടെ നാട്ടിൽ വേഗതയിൽ വീശുന്നുവെന്ന് മാത്രം. ഇത് പറയുമ്പോഴും വളരെ യാഥാർത്ഥ്യമാണ് ഷാജൻ ഈ പറഞ്ഞതെല്ലാം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാരാ? വരേണ്യവർഗമല്ല, സമ്പന്നവർഗമല്ല, വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകളല്ല, തികച്ചും സാധാരണക്കാർ. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്കാണ് ഇന്ന് ഓൺലൈൻ മീഡിയകളിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. കാരണം അവർക്ക് ജാടകളില്ല, ഒരുപാട് മേക്കപ്പുകളും അടയാഭരണങ്ങളും ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനപരതകളോ ഒന്നുമില്ല. അവർ തനതായ ശൈലിയിൽ അവർക്കറിയുന്ന വിഷയത്തെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്ന് പറയുന്നു. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, നിരാകരിക്കേണ്ടവർക്ക് നിരാകരിക്കാം. നന്ദി.